ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫോറൻസിക് സർജനാണ്. സൗമ്യ വധക്കേസിൽ ഉൾപ്പെടെ പ്രമാദമായ പല കേസുകളിലും തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഷേർലി വാസു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ആദ്യ വനിതാ സർജനാണ് ഡോക്ടർ ഷേർലി വാസു. എപ്പോഴാണ് അന്തരിച്ചത്? എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ദിവ്യ, അല്പസമയം മുമ്പാണ് ഈ മരണം സംഭവിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു മരിച്ചത്. വയനാടാണ് ഇവർ താമസിച്ചിരുന്നത്. വയനാടാണ് ഇവരുടെ സ്വദേശം. അവിടെ വെച്ച് നെഞ്ചുവേദനയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ വെച്ച് പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. ഡോക്ടർ ഷേർലി വാസുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരള സാമൂഹിക ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. പ്രമാദമായ ഒട്ടേറെ കേസുകളിൽ, അതായത് സൗമ്യ വധക്കേസ്, അതുപോലെ കാസർഗോഡ് സഫിയ വധക്കേസ് ഉൾപ്പെടെയുള്ള പ്രമാദമായ പല കേസുകളിലും പോലീസിന് തെളിവ് ശേഖരിക്കുന്നതിലും മറ്റുമൊക്കെ തന്നെ സഹായകമായ രീതിയിൽ ഇടപെട്ട ഒരാളാണ്. കൂടാതെ 15,000-ഓളം പോസ്റ്റ്മോർട്ടങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ കേരള സാമൂഹിക ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. ഇവർ തന്നെ പല അഭിമുഖങ്ങളിലും പറയാറുണ്ട്, ഇങ്ങനെ ഈ സൗമ്യ വധക്കേസിൻ്റെ സമയത്ത് ഇവർ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇവരാണെന്നുള്ളതും, അതല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്നുള്ള തെളിവുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇത് പ്രധാനപ്പെട്ട തെളിവുകൾ തന്നെയായിരുന്നു. അങ്ങനെ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ കേരള സമൂഹം അടുത്തറിഞ്ഞൊരു വ്യക്തിത്വം തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ പോയ സമയത്ത് പോർട്ടർമാരും അതുപോലെ യാത്രക്കാരും ഒക്കെ തന്നെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച സംഭവമൊക്കെ തന്നെ ഇവർ തന്നെ പല അഭിമുഖങ്ങളിലും പറയുകയുണ്ടായി. അങ്ങനെ കേരള സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ഡോക്ടർ ഷേർലി വാസു. സഫിയ വധക്കേസ് എന്ന് പറയുന്ന കാസർകോട്ടെ 13 വയസ്സുകാരിയെ ഗോവയിൽ കഷ്ണങ്ങളായി ശരീരഭാഗങ്ങൾ മുറിച്ച് പല ഭാഗങ്ങളിലായി പല പ്രദേശങ്ങളിലായി കുഴിച്ചിട്ട ഒരു സംഭവം, ആ കേസിലും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കേസ് അന്വേഷണം തന്നെയായിരുന്നു. അതിലും പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ ഷേർലി വാസു ആയിരുന്നു. അതിൻ്റെ ഒരു ശാസ്ത്രീയമായ തെളിവ് ശേഖരണത്തിലടക്കം വലിയ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. ഏതായാലും ആ 30 വർഷത്തിലധികം നീണ്ട സർവീസ് അവസാനിപ്പിച്ച് പിന്നീട് സ്വകാര്യ ഒരു മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സംസ്ഥാനത്തെ ആദ്യത്തെ ഫോറൻസിക് സർജനാണ്. അങ്ങനെ ഫോറൻസിക് മേഖലയിലൊക്കെ തന്നെ വലിയ വൈദഗ്ധ്യം തെളിയിച്ച പ്രധാനപ്പെട്ട കേരളത്തിലെ തന്നെ എണ്ണപ്പെട്ട ഡോക്ടർമാരിൽ പ്രധാനിയായിരുന്നു ഡോക്ടർ ഷേർലി വാസു. അവരുടെ മരണമാണ് അല്പസമയം മുമ്പുണ്ടായിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെച്ചായിരുന്നു മരണമുണ്ടായത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായിരുന്നു. അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെ ഇവർ സർവീസ് സേവനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം തന്നെയായിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു പുസ്തകം, ഇവർ രചിച്ചൊരു പുസ്തകം പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന് പറയുന്നത് ഈ മേഖലയിൽ, അതായത് ഈ കൊലപാതക കേസുകൾ അന്വേഷിക്കുക, അങ്ങനെയുള്ള ഒരു കേരളത്തിലെ ഏറ്റവും ആധികാരികമായ ഒരു ഗ്രന്ഥം എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിൽ അവർ ചെയ്ത പോസ്റ്റ്മോർട്ടങ്ങളുടെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഈ കുറ്റാന്വേഷണ മേഖലയിലൊക്കെ തന്നെ ഇനി ഒരു പക്ഷേ ഒരു ആധികാരിക ഗ്രന്ഥമായി തന്നെ കണക്കാക്കാവുന്ന ഒരു പുസ്തകമാണ് ഈ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന് പറയുന്ന ഡോക്ടർ ഷേർലി വാസു രചിച്ച പുസ്തകം. അങ്ങനെ സമൂഹവുമായി ഇടപഴകി ഏറ്റവും അടുത്തറിഞ്ഞ് അങ്ങനെ സമൂഹത്തോട് ഇഴചേർന്ന് ജീവിച്ച ഒരു ഡോക്ടർ തന്നെയായിരുന്നു ഡോക്ടർ ഷേർലി വാസു. അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS പാസ്സായത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MD ഫോറൻസിക് വിഭാഗത്തിൽ MD ബിരുദം കരസ്ഥമാക്കി. കൂടാതെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഫെലോഷിപ്പോട് കൂടി തന്നെ വിദേശത്ത് പഠനം പൂർത്തിയാക്കി. അതിനുശേഷവും കേരളത്തിൻ്റെ പൊതുമേഖലയിൽ സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. 30 വർഷം നീണ്ട സേവനമാണ് ഡോക്ടർ ഷേർലി വാസു കേരളത്തിന് നൽകിയത്. അതിനുശേഷം പിന്നീട് സ്വകാര്യ മേഖലയിലും ആ രീതിയിലുള്ള സേവനങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ കോഴിക്കോട് വയനാടുള്ള വീട്ടിൽ വെച്ച് അവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്.